ഹായ് ഡിയേഴ്സ്, SSLC ഓണം എക്സാം 2025 ഇംഗ്ലീഷ് പരീക്ഷയിൽ ക്യാരറ്റ് സ്കെച്ച് ഏത് ചോദിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാര്യം അതിൻ്റെ കൂടെ പറയാനുണ്ട്. കാര്യം നമ്മൾ 2 യൂണിറ്റ് ആണ് ഓൺ എക്സാമിനുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കൂടുതലുള്ളത്, അത് സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ രണ്ടാമത്തെ യൂണിറ്റിലൊക്കെ റിയൽ ക്യാരക്ടേഴ്സ് ആണ്, അവരുടെ ബയോഗ്രഫിക്കൽ സ്കെച്ച് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് നിന്നാണ്. അതെ, കാര്യം മാത്രമല്ല ഈ ഫസ്റ്റ് ടേം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂണിറ്റിനാണ് മോർ പ്രയോറിറ്റി കൊടുക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ക്യാരക്ടർ സ്കെച്ച്, നിങ്ങൾക്ക് ആവശ്യം എന്താ? ക്യാരക്ടർ സ്കെച്ച് നാളെ ഏതാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളതല്ല. നമുക്ക് പറയാനുള്ളത് 4 ഓപ്ഷൻസ് ആണ് മാഷേ. ഏതൊക്കെ ഓപ്ഷൻസ്? ഓൾഡ് മാൻ ഉണ്ട്, പെലായ ഉണ്ട്, എലിസണ്ട് ഉണ്ട്, ജർമ്മൻ ഓഫീസർ ഉണ്ട്. ഇനി സ്പിൽമാൻ എന്ന് പറയുന്ന ഒരാളും കൂടെ ഇതിലുണ്ട് കേട്ടോ. സ്പിൽമാൻ എന്ന് പറയുന്ന ഒരാൾ, സ്പിൽമാൻ ഉണ്ട്. ഈ ജർമ്മൻ ഓഫീസറുടെ ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് സ്പിൽമാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആളുകളാണ് നമുക്ക് ശരിക്കുള്ള ക്യാരക്ടേഴ്സ് ഇതിലുള്ളത്. ഇനി ഇതിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാം. ഓക്കെ, ഞാൻ മാഷേ എന്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഇപ്പൊ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഓൾഡ് മാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതോടൊപ്പം തന്നെ എലിസണ്ട എന്ന് പറയുന്ന ഓപ്ഷനും എന്റെ മുമ്പിലുണ്ട്. സോ ഈ ഓൾഡ് മാനും അതുപോലെ തന്നെ എലിസണ്ടയും എനിക്കൊരു 100% കോൺഫിഡൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക എന്നുള്ളത്. ഇനി ഇവരുടെ ചോദ്യ പേപ്പറിൽ ഒരു ട്വിസ്റ്റഡ് ആണ്. ലൈക്ക് സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെലായോയെ കുറിച്ചാണ് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചത്. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ആ സമഗ്രയിൽ നിന്നുള്ള ഒരു 4-5 ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട പല അധ്യാപകരും ക്ലസ്റ്റർ മീറ്റിങ്ങിലൂടെ ഒക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമെന്ന് ക്ലസ്റ്റർ മീറ്റിങ്ങിൽ പങ്കെടുത്ത അധ്യാപകർ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ബാച്ചിലൂടെ മെന്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനും അത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെന്നൊന്നും പറഞ്ഞില്ല, 4-5 ചോദ്യങ്ങൾ. അങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സമഗ്രയിൽ നിന്നുള്ള എക്സാക്ട് ഏതാവാം ഏതും ആവാം അതൊക്കെ. പക്ഷെ ക്യാരക്ടർ സ്കെച്ച് പെലായോന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് പെലായോയുടെ ക്യാരക്ടർ സ്കെച്ചും അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു 50% ചാൻസ് മാത്രമാണ് കാണുന്നത്. എങ്കിലും എന്റെ 100% കോൺഫിഡൻസ് നിൽക്കുന്നത് ഓൾഡ് മാനിലും എലിസണ്ടയിലുമാണ്. ഇനി മാഷിന് വിട്ടത് ഇതിലേതാണ് ശരിക്കും നിങ്ങൾ? ഞാൻ ഇവിടെ ഈ ജർമ്മൻ ഓഫീസറും പറഞ്ഞിട്ടുണ്ട്, ഓൾഡ് മാനും പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ജർമ്മൻ ഓഫീസറും മറ്റൊന്ന് ഈ ഓൾഡ് മാനും ആണ്. ഇതിന്റെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 2 ഓപ്ഷൻസ്. ഈ 2 ഓപ്ഷൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു, ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് മാൻ. കാര്യം ഒരാളും ഓൾഡ് മാനെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, അതൊരു പ്രഡിക്ഷൻ ഒന്നും കൂടുതൽ എന്ത് ചെയ്തില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഓൾഡ് മാൻ ആണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ പെർസെന്റേജ് പറഞ്ഞ സ്ഥിതിക്ക് ഇതും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും കൂടെയാണ് ഞാൻ ഒരു 10% ആയിട്ട് ഞാനും കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇതിൽ എന്തായി, 2 ആളും പറഞ്ഞില്ലെന്നുണ്ട് അത് ഓൾഡ് മാൻ ഉണ്ട് എന്ന് പറയുന്നതും. പക്ഷെ എന്തും കൂടെ പഠിക്കണം. ഒരു പക്ഷേ എലിസണ്ട നിങ്ങൾ 100% ഉണ്ട്, എന്റെ 100% എന്തുണ്ട്, ജർമ്മൻ ഓഫീസർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഥവാ ഇതിപ്പോ എല്ലാം ഉണ്ടല്ലോ എന്താ. പക്ഷെ നമ്മളിപ്പോ ഒരു കോമൺ നമ്മൾ 2 ആളുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഓൾഡ് മാൻ ആണ് കുട്ടികൾ കാര്യമായിട്ട് പഠിച്ചു പോകേണ്ടത്. ഇതിന്റെ റീസൺ ഉണ്ട്. അതെ, നമ്മൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഒരു റീസൺ ഉണ്ട്. റീസൺ എന്താന്ന് വെച്ചാൽ പെലായോ സമഗ്രയിൽ ചോദിച്ചു എന്നുള്ള കാരണത്താലാണ് സാറ് 50% ഇത് ഇടാനുള്ള കാരണം. തീർച്ചയായും എലിസണ്ട എന്ന് പറയുന്ന ആളാണ് പിന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് പെലായന്റെ വൈഫാണ് എലിസണ്ട. അപ്പൊ നിങ്ങൾ 100% കൊടുത്തു. കാരണം പെലായ ചോദിച്ച സ്ഥിതിക്ക് എലിസണ്ട അടുത്ത് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സാർ എന്താ ഓൾഡ് മാനെ ഒരു പക്ഷേ ഈ ചാപ്റ്ററിൽ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിക്കൽ ഓൾഡ് മാനിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. തലയിൽ മുടിയില്ല, തൊടയിൽ പല്ലില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. വിങ്സ് ബാഡ് ആണ്. ഇതാണല്ലോ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച്. അപ്പൊ അത് കാരണത്താലാണ് കൂടുതൽ കുട്ടികൾക്ക് എഴുതാൻ പറ്റല് ഈ ഓൾഡ് മാനെ കുറിച്ചായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞത്. പിന്നെ ഈ 2ാമത്തെ യൂണിറ്റിലാണ് ഈ ജർമ്മൻ ഓഫീസറൊക്കെ വരുന്നത്. ഒരു പക്ഷേ ടീച്ചേഴ്സ് ഒക്കെ പല ആളുകളും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഇപ്പൊ കണ്ടില്ല ഒരുപാട് ലീവൊക്കെ വന്നതല്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എത്തിയപ്പോഴത്തേക്ക് എന്തായി, എക്സാം എടുത്തു എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഏരിയ ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇതിൽ നിന്ന് ഇത് ചോദിച്ച കാരണത്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് എത്തുകയാണ്. ഓൾഡ് മാൻ എന്ന് പറയുന്ന പക്കാ റീസണബിൾ ആയിട്ടാണ് നമ്മൾ എത്തിയത്. സോ SSLC ഓൺ നമുക്കിത് എഴുതിയാലല്ലേ ഒരു സുഖം കിട്ടുള്ളൂ. SSLC അല്ല നമുക്കിത് ആ കളർ അവിടെ കൊടുത്ത് ഓക്കെ. സോ SSLC ഓണം എക്സാം 2025 ഇംഗ്ലീഷ് പരീക്ഷയിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഓൾഡ് മാൻ അല്ലെങ്കിൽ എലിസണ്ട ആയിരിക്കുമെന്നാണ് MS പ്രഡിക്റ്റ് ചെയ്യുന്നത്.
കാണാം നമുക്ക് അതെ. ഈ വരുന്ന എക്സാമില്, അതായത് എന്നും രാത്രി ഏഷ്യാനെറ്റ് ന്യൂസിൽ. സോ മറക്കണ്ട, കാറ്റ് സ്കെച്ച് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. പിന്നെ ഹോളിക്സ് ലൈവ് ഇന്ന് കൃത്യം 4 മണിക്ക് ഹോർലിക്സ് ലൈവ് ഉണ്ട്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അതിന് കറക്റ്റ് ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെല്ലാം ചോദ്യം ചോദിക്കുന്നുള്ളത് ഞാൻ കറക്റ്റ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ അത് വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. കാര്യം നമ്മളെ മെയിൻ ലൈവ് അല്ലേ കുറച്ച് സമയം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്പിലെ കുട്ടികൾക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞു എടുത്തു. ഷാഫി സാറിന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. യൂട്യൂബിൽ ലൈവ് ഇടാം, പക്ഷെ ഞാനൊരു 1.5 മണിക്കൂറുകൊണ്ട് ഞാൻ ആ ലൈവ് തീർക്കും. എന്നിട്ട് നേരെ ആപ്പിലെ സ്റ്റുഡൻസിന് പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നു. എനിക്ക് എൻ്റെ ഒരു റീസൺ ഉണ്ട് കേട്ടോ, ഒരു എത്തിക്സ് ഉള്ളതുകൊണ്ടാണ്. കാര്യം അവർ പെയ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, കാര്യം അവരുടെ ഒരു ഫ്രൂട്ട്ഫുൾ ടൈമിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. അതെ അതെ. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ പബ്ലിക്കിനെ കൊടുക്കുമ്പോഴേ ഈ പൈസ കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു മൂല്യം കൊടുക്കും. ഒരു അച്ഛൻ എന്തായാലും സ്വത്തുക്കളൊക്കെ കണ്ടോ നീതി കൊടുക്കില്ല. അതെ, അപ്പൊ കറക്റ്റ് ആണ്. അതൊരു സീരിയസ് കാര്യമാണ്. ഒരു പൈസ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു 10 രൂപ എടുത്തൊരു തക്കാളി വേണമെന്ന് പറയുമ്പോൾ തന്നിലേക്ക് ഒത്തിരി പിടിച്ചു വാങ്ങൂലേ, അതേപോലെ തന്നെ ഒരു പൈസ തന്നിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നെ ഒരു നെഗറ്റീവ് ആവരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ആപ്പിലെ കുട്ടികൾക്കാണ്. ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ശേഷം ഒരു 12 മണി വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ കറക്റ്റ് സമയം സമയത്ര നടക്കാത്ത വാച്ചു കൊടുക്കാത്ത പള്ളി 12:47 12:47 സമയത്ത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തതാണ് കാറ്റ് സ്കെച്ച് കേട്ടോ. ഇനിയിപ്പോ പറയൂ, ഓല് എല്ലാം കഴിഞ്ഞ് രാത്രിയാണ് പ്രൊഡിക്റ്റ് ചെയ്തത്. മക്കളെ എടാ ഇത്രയേ ഉള്ളൂ. MS പ്രൊഡിക്റ്റ് ചെയ്തത് ഓൾഡ് മാനും എലിസണ്ടയാണ്. ഷാഫി സാർ പ്രൊഡിക്റ്റ് ചെയ്തത് ഓൾഡ് മാനും ജർമ്മൻ ഓഫീസറുമാണ്. സോ നോ കോംപ്രമൈസ്. അപ്പോൾ വീണ്ടും കാണാം. MS from MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.